കർത്താവിന്റെ മാർഗത്തിൽ നടക്കാനായിട്ട് കർത്താവിന്റെ സത്യത്തിൽ നടക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കർത്താവിന്റെ വഴി നമ്മൾ അറിയണം. കർത്താവിന്റെ വഴി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവഭയത്തിന്റെ വഴിയാണ്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ദൈവഭയം എന്ന് പറയുന്ന ആ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവഭയം ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. മന്ത്രവാദത്തിന് പോകാം, ആഭിചാരത്തിന് പോകാം, കൂടോത്തരത്തിന് പോകാം, പിന്നെ ദൈവനാമത്തെ അശുദ്ധമാക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം, പ്രവർത്തിക്കാം. ഞായറാഴ്ച വിശുദ്ധമായ ദിനങ്ങൾ അശുദ്ധമായി ആചരിക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കണ്ട, വ്യഭിചാരം ചെയ്യാം, കൊലപാതകം നടത്താം, കള്ളസാക്ഷ്യം ചെയ്യാം. കാരണം നമ്മുടെ ഹൃദയത്തിൽ എന്തില്ല? ദൈവഭയമില്ല. ദൈവഭയം ഇല്ലെങ്കിൽ നമുക്ക് ഏത് തിന്മയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവെ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വീണ്ടും ആ വചനം ഒന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എന്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ.